വലായമ്പവി അനുയോജ്യമല്ല, യോജിച്ചതല്ല. എന്ത് അയുഫഹമെൻകോ മുമ്പ് പറഞ്ഞ ഹദീസിൽ നിന്ന്, അഥവാ ബസ്സൽ ഖുർആന ബിർഈഹി വൽയതബവ്വ മഖ്അദഹു മിനന്നാർ എന്ന് പറഞ്ഞ ഹദീസ്, അതിന്ന് മനസ്സിലാക്കപ്പെടൽ. എന്ത് മനസ്സിലാക്കുക? അന്നഹു നിശ്ചയമാടും കാര്യം യജിബു നിർബന്ധമാണ് അല്ലാ യുഫസ്സറ ഖുർആനു വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കപ്പെടാതിരിക്കല്. എന്തുകൊണ്ട്? ബിൽഇസ്തിംബാത്തി ഗവേഷണം ചെയ്യുവാൻ യോഗ്യരായ അറിവുള്ള പണ്ഡിതന്മാരുടെ ഗവേഷണം കൊണ്ട്, വൽ ഫിക്രി ചിന്ത കൊണ്ട്. അപ്പൊ ആലോചന, ഗവേഷണം, ഇതിനൊക്കെ അർഹരായ പണ്ഡിതന്മാർക്ക് ഖുർആന്റെ വ്യാഖ്യാനം എഴുതാൻ പാടില്ല എന്നൊന്നും ഈ ഹദീസിന് മനസ്സിലാക്കിയെടുക്കൽ യോജിച്ചതല്ല. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂല. ഇവിടെ സ്വന്തം അഭിപ്രായം നഖലുമില്ല, തെളിവുമില്ല, ഒന്നുമില്ല, സ്വന്തം അഭിപ്രായം ദുർവ്യാഖ്യാനം ചെയ്യുക. അത്ര ഒരു വ്യാഖ്യാനത്തെ കുറിച്ചാണ് ഈ ആക്ഷേപമുള്ളതും ആ ഹദീസ് അതിനുള്ളതാണ്. എന്താണ് യോജിച്ചതല്ല എന്ന് പറയാൻ കാരണം? ഫഇന്നമിനൽ ആയാതി മാ നുഖില ഫീഹി അനി സ്വഹാബത്തി വൽ മുഫസ്സിരീന, വിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ ആയത്തുകളിൽ സ്വഹാബത്തിനെ തൊട്ടും മുഫസ്സിറുകളായ പണ്ഡിതന്മാരെ തൊട്ടും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്ത്? ഖംസത മആൻ വസിത്തത വസബഅ, 5, 6, 7 എന്നിത്യാദി മാനകൾ ഓരോന്നിനും ഉള്ളതായി വ്യാഖ്യാനം നൽകപ്പെട്ടതായി കാണാൻ കഴിയും. അതിനർത്ഥം എന്താ? സ്വഹാബത്തിന് വ്യാഖ്യാനിക്കാൻ അർഹരായതുകൊണ്ടാണ്. ശേഷം വന്ന മുഫസ്സിറുകളും അതിന് അർഹരായതുകൊണ്ടും അവർ ഗവേഷണ യോഗ്യരായതുകൊണ്ടും അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ മുമ്പ് പറഞ്ഞ ഹദീസും ഇതും തമ്മിൽ എതിരില്ല. പിന്നെ ആ ഹദീസ് പറഞ്ഞത് എന്തിനാണ്? തോന്നിവാസം പറയുന്ന വിശുദ്ധ ഖുർആൻ അതിന്റെ ശരിയല്ലാതെ, പണ്ഡിതന്മാരുടെ ഉദ്ധരണിയില്ലാതെ, ചിന്തിക്കാൻ ആലോചിക്കാൻ കഴിവില്ലാതെ മണ്ടത്തരം വിളിച്ചുകൂവി മണ്ടത്ര വ്യാഖ്യാനം, അതിന് ദുർവ്യാഖ്യാനം എന്ന് പറയും. ഇത്തരം വ്യാഖ്യാനം നടത്തുന്ന ആളുകളെയാണ് ആ റസൂലുള്ളാഹിന്റെ മൊഴി അറിയിച്ചത്. അറിയപ്പെടാം അന്ന ജമീഅഹ, നിശ്ചയമായിട്ടും അതൊക്കെ എന്താണെന്ന് അറിയാമോ? അത് മുഴുവൻ വയറു മസ്മൂഇൻ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പറയുന്ന മായനകളും ഒക്കെ നബിയിൽ നിന്ന് കേൾക്കപ്പെടാത്ത മായനകളാണെന്ന് അറിയപ്പെടാം. ഫഇന്നക തകൂനു മുതനാഫിയതൻ, ചിലപ്പോൾ എന്താണെന്നറിയാമോ? മായനകൾ അർത്ഥം തമ്മിൽ എതിരായി നിൽക്കും. ലാ തഖ്ബുൽ ജംഅ, അതിനണ്ട് യോജിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള എതിർപ്പൊക്കെ ഉണ്ടാവും ആയത്തിന്റെ അർത്ഥങ്ങൾ തമ്മിൽ. യകൂനുദാലിക, അപ്പോൾ അത് മുസ്തംബത്തൻ, അത് ഗവേഷണം ചെയ്തെടുക്കപ്പെട്ടതാവും. ബിഹുസ്നിൽ ഫഹ്മി, നല്ല ചിന്ത കൊണ്ട്, തൂൽ ഫിക്രി, ദീർഘമായ ആലോചന കൊണ്ടും നല്ല ചിന്ത കൊണ്ടും ഗവേഷണം ചെയ്യപ്പെട്ടതായിരിക്കണം പറ്റും. അങ്ങനെയൊക്കെയാണ് പറ്റുന്നത്. വലിഹാദ, അങ്ങനെ ഗവേഷണം ചെയ്ത് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത് കൊണ്ടല്ലേ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ പ്രാർത്ഥിച്ചത് അല്ലാഹു ഫഖിഹു ഫിദ്ദീനി വഅല്ലിംഹു തഅ്വീല എന്ന് പഠിപ്പിച്ചല്ലോ. അല്ലാഹുവേ, നീ ഇബ്നു അബ്ബാസിന് ദീൻ നല്ല അറിവുള്ള പണ്ഡിതനാക്കി മാറ്റണം, ഖുർആന്റെ വ്യാഖ്യാനം നീ പഠിപ്പിച്ചു കൊടുക്കുക അല്ലാഹ്. അപ്പൊ അതിനർത്ഥം എന്താ? പ്രാർത്ഥന എടുത്തും ഖുർആൻ വ്യാഖ്യാനിക്കാൻ കഴിയുന്നവർക്ക് വ്യാഖ്യാനിക്കാം, അതിനർഹരായിരിക്കണം. ഒരു വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുണ്ടാവും. വമൻ യസ്തജീസു മിൻ അഹ്ലി ത്വാമാത്തി, നമ്മൾ ത്വാമാത്തിന്റെ അഹരികാരെ പറ്റി ചർച്ച ചെയ്ത് പോരാണല്ലോ. ത്വാമാത്തിന്റെ കൂട്ടക്കാരിൽപ്പെട്ട ആൾക്കാർ ജായിസാക്കുകയാണെങ്കിൽ എന്ത്? മിസ്ല ഹാദിഹി തഅ്വീലാത്തി, ഇത്തരം വ്യാഖ്യാനങ്ങളോട് പോലത്തെ അനുവദിക്കുകയാണെങ്കിൽ മാ ഇൽമിഹി, അവർക്ക് തന്നെ അറിയാം എന്ത്? അന്നഹ, നിശ്ചയമായിട്ടും ഈ വ്യാഖ്യാനങ്ങള് വയറുമുറാദത്തിൻ ബിൽ അൽഫാദി, വിശുദ്ധ ഖുർആൻ പറഞ്ഞ അത്തരം പദങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടാത്ത വ്യാഖ്യാനമാണ് എന്ന് ഇവർക്കറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് ഇത്തരം വ്യാഖ്യാനങ്ങളൊക്കെ എന്നിട്ടോ ജായിസാക്കുന്നവര് അയാൾ വാദിക്കുന്നു അന്നഹു യുഖ്സദു ബിഹ, അല്ലെങ്കിൽ അന്നഹു യഖ്സുദു ബിഹ, ഇത്തരം വ്യാഖ്യാനങ്ങളെ കൊണ്ട് ഈ വ്യാഖ്യാനിച്ച ആള് കരുതുന്നത് ദഅവത്തുൽ ഖൽഖി ഇലൽ ഖാലിഖി, സൃഷ്ടാവിലേക്ക് സൃഷ്ടികളെ ക്ഷണിക്കുക എന്നൊരു ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങനെ വ്യാഖ്യാനിച്ചത്. എന്നാൽ ലഫ്ദിന്റെ മുറാദ് അതല്ലതാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇത്തരം വ്യാഖ്യാനം നടത്താൻ അനുവദിച്ച ആൾക്കാര്
യുലാഹി മൻ യസ്തജീദുൽ ഇഖ്തിറാഅ വൽ വദ്അ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ മേലിൽ നുണ പറയാം, മൗലൂആയ ഹദീസ് കെട്ടിച്ചമക്കാം, അതുപോലെ തന്നെ ഓരോന്ന് നിർമ്മിച്ചുണ്ടാക്കാം എന്നതിനെ അനുവദിക്കുന്ന ആൾക്കാരുടെ തുല്യമാണ് ഇത്തരം ദുർവ്യാഖ്യാനം നടത്തുന്ന ആൾക്കാർ എന്നർത്ഥം. എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അത് സത്യം തന്നെ പറഞ്ഞത് സത്യം യഥാർത്ഥത്തിൽ സത്യമായിരിക്കാം. പക്ഷെ ഒരാൾക്കില്ല എന്തൊക്കെ ഈ ഷറ അതിന് ഒഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ സർവം ഒഴിയാത്തൊരു സംഗതിയും പറഞ്ഞ അപകടത്തിലാവൂലേ എന്നാണ്. അപ്പോ കമൻ ഒരുത്തനെ പോലെ എങ്ങനത്തെ ഒരുത്തൻ യലൗബി കുല്ലി മസ്അലത്തിൻ എല്ലാ മസ്അലയിലും അവരുണ്ടാക്കുമ്പോക്കും മൗദൂഅുണ്ടാക്കും. ഇറഹ ആ മസ്അലയെ അവൻ ഹക്കൻ എന്താണ് ഒരു ഹക്കാണ് എന്നവൻ അഭിപ്രായപ്പെടും. എന്നിട്ട് ഹക്കാണെന്ന് അഭിപ്രായപ്പെട്ടിട്ട് യഥാർത്ഥമാണെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള മസ്അലകളിൽ അവനുണ്ടാക്കും ഹദീസ് ഉണ്ടാക്കി തീർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ തൊട്ട് നബിനെ പറ്റി മിണ്ടിയിട്ടല്ല, നബി ഹദീസ് പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് നബിന്റെ മേല് കെട്ടിച്ചമച്ച് ഹദീസ് ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്നതിനെ പോലെയാണ് ഇത്തരം ആളുകൾ എന്താ ഫദാലിക്കും ലലാരൻ, അത് അക്രമമാണ്, അനീതിയാണ്. ലലാരൻ അത് പിഴവുമാണ്, പാടില്ല. യഥാർത്ഥത്തിൽ എന്താണോ അതേ പറ്റും. പിന്നെ ദുഖൂലും ബിൽ വഈദി, അത് മാത്രമല്ല അതിശക്തമായിരിക്കുന്ന താക്കീതിൽപ്പെട്ടതുമാണ്. എങ്ങനെ താക്കീത്? അൽ മഫ്ഹൂമി മിൻ ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാറെന്ന് പറഞ്ഞല്ലോ. എന്റെ മേൽ ആരെങ്കിലും കളവ് പറഞ്ഞുണ്ടാക്കിയാൽ അവര് നരകത്തിലുള്ള ഒരു ഇരിപ്പിടം തയ്യാറാക്കിക്കൊണ്ടിട്ട് തയ്യാറാക്കിയവന് അതാ ഉണ്ടാകുക. ഇത് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇതിന് മനസ്സിലാക്കണം എന്താണ് അതിശക്തമായിരിക്കുന്ന താക്കീതാണ്. ഈ താക്കീതിൽ പ്രവേശിക്കലാകും ഇത്തരം ദുർവ്യാഖ്യാനം ചെയ്ത ആളുകൾ. ഇഷ്ടംപോലെ നമ്മൾ ദുർവ്യാഖ്യാനം കേൾക്കുന്നുണ്ടല്ലോ മീഡിയകളിലൊക്കെ അല്ലെ, സോഷ്യൽ മീഡിയകളിലും എല്ലാത്തിലൊക്കെ. അൽഫാദ്. അപ്പൊ എങ്കിലും ഇത്തരം വ്യാഖ്യാനങ്ങളുടെ നാശം അത്തമു അലമു അധികവും പ്രയാസവും കൂടിയതുമാണ്, അത് പാടില്ല. എന്തുകൊണ്ട്? അന്നഹ നിശ്ചയമായിട്ടും ഈ തഹ്വീലാത്തുകള് മുബത്തിലത്തുൽ സിഖത്തി ബിൽ അൽഫാദി, ഇവിടെ പദങ്ങൾ വന്നിട്ട് ആ പദങ്ങൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അത്തരം പദങ്ങൾക്കുള്ള ഉറപ്പിനെ ബാത്തിലാക്കുന്നതാണ് ഈ ദുർവ്യാഖ്യാനം എന്നു. മാത്രമല്ല ഖാത്തിഅത്തുൻ തരീഖൽ ഇസ്തിഫാദത്തി, മനസ്സിലാക്കി തേടലിന്റെ വഴികളൊക്കെ മുറിച്ചു കളയുന്നതാണ്. വൽ ഫഹ്മി മിന ഖുർആനി ബിൽ കുല്ലിയ, മൊത്തം ഖുർആനിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കാനുണ്ട് അങ്ങനെ മനസ്സിലാക്കലിനെയും അതുപോലെ തന്നെ അറിവ് തേടലിനെയും മനസ്സിലാക്കലൊക്കെ ഉള്ള വഴികളുണ്ട്, റൂട്ടുകൾ. അത്തരം റൂട്ടുകളെ നിരുത്സാഹപ്പെടുത്തുകയും മുറിച്ചു കളയുന്ന പണിയാണ് ഇമ്മാരി ദുർവ്യാഖ്യാനം. വൻ അപകടമാണെന്നർത്ഥം. പക്കത്ത് അറബ്ത, നിശ്ചയം നീ അറിഞ്ഞു കഴിഞ്ഞു. കൈഫ സ്വറഫ ശൈത്താനു, പിശാച് എങ്ങനെയാണ് എന്ത് ചെയ്യാ തിരിച്ചുവിടുന്നത്. നവാഇൽ ഖൽഖി, സൃഷ്ടികളുടെ പ്രേരണകളെ, അവർക്ക് പ്രേരണകളുണ്ട്, അത്തരം പ്രേരണകളെ തിരിച്ചുവിടുന്നു. അൽ ഉലൂമിൽ മഹ്മൂദത്തി, വാഴ്ത്തപ്പെടുന്ന വിജ്ഞാനത്തെ വിട്ട് പിശാച് മനുഷ്യവർഗത്തിന്റെ സൃഷ്ടിജാലങ്ങളുടെ പ്രേരണകള് തിരിച്ചുവിടുന്നു. ഇൽ മദ്മൂമത്തി, ദുശ്ചതായിരിക്കുന്ന ഇൽമിലേക്ക്. അത് എങ്ങനെയാണെന്ന് ഇപ്പൊ നീ അറിഞ്ഞു കഴിഞ്ഞല്ലോ. കൊല്ലു ദാലിക്ക, അപ്പൊ ഇത്തരം ദുർവ്യാഖ്യാനങ്ങളും അതിന്റെ യഥാർത്ഥ വഴികളെ മാറ്റിത്തിരിച്ച് മോശമായ വിജ്ഞാനത്തിലേക്ക് പോകുന്ന കാര്യം മിൻ തൽബീസ് ഉലമാഇസ്, മോശക്കാരായ ദുഷിച്ച പണ്ഡിതന്മാരുണ്ട്, അവരുടെ മനുഷ്യരെ തിരിച്ചാക്കുന്നതിലുണ്ടാകുന്നതാണ്. അതെങ്ങനെ തബീദിൽ ആസാബി, പേരുമൊക്കെ മാറ്റി മറിച്ചിടുക. ഇത് വലിയ അപകടമാണതൊക്കെ. ഫൈനുത്തമഴത്തായി ഇത്തരം ആളുകളോട് നീ പിന്തുടരുകയാണെങ്കിൽ മഷ്ഹൂരി, പ്രചാരമായ ഒരു നാമത്തിന്റെ മേൽ ചാരിക്കൊണ്ട് ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞ് ശരിയാന്ന് പറഞ്ഞ് പിന്തുടരുകയാണെങ്കിൽ മിൻവൈരി ഇൽത്തിഫാത്തിൻ ഇല്ലാമ ഒരിഫൽ അസൽ അവൽ, ആരംഭ കാലഘട്ടത്തിൽ അഥവാ സ്വഹാബത്തിന്റെയും താബീന്റെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടത് എന്താണോ അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ അതൊന്നും ശ്രദ്ധിക്കാതെ പ്രചാരപ്പെട്ട പേര് നോക്കി അടിമച്ചായിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ കൂടെ നീ തുടരുകയാണെങ്കിൽ വലിയ അപകടം ഉണ്ടാകാൻ അർത്ഥം എന്താ? ഇതുപോലെയായി കുന്ത കമൻ തലവ ഷറഫിക്കുമത്തി, ഹിക്മത്ത് കൊണ്ട് വിജ്ഞാനം കൊണ്ട് എന്താണ് സ്ഥാനത്തെ തേടുന്നവനെ പോലെയായിപ്പോ നീന്നാണ്. അതെങ്ങനെ? വ്യക്തിമായുമൻ, ഓരോരുത്തരോട് തുടരുകൊണ്ട് ഇസമ്മ, അയാൾക്ക് പേര് ഹക്കീമൻ എന്നാണ്. ഹക്കീമൻ അയാൾക്ക് പേരിട്ടപ്പോ അയാളുടെ കൂടെ തുടർന്നുകൊണ്ട്
ഹിക്മത്തോട് സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ച് തേടുന്നവനെ പോലെയാണ്. കാരണം എന്താ ഇന്ന ഇസ്മൽ ഹക്കീം, ഹക്കീം എന്ന് പറയുന്ന നാമം സ്വറ അതായി യുത്തുലക്കുവാന ത്വബീബി വസായിരി വൽ മുനജ്ജിമി ഫി ഹാദൽ നസ്ർ. ഈ കാലഘട്ടത്തിൽ നക്ഷത്ര ജ്യോതിശാസ്ത്രം അറിയുന്നവൻ, കവിതക്കാരൻ, പാട്ടുകാരൻ, ഗായകൻ, ഡോക്ടർ, ഇവർക്കൊക്കെ പറയാൻ പറ്റുന്ന പേരാക്കി മാറ്റി എന്ത് ഹക്കീമി എന്നത്. വദാലിക അത് അൽഫാവ് ലഫ്ളുകളെ മാറ്റിമറിക്കലിനെത്തുള്ള അശ്രദ്ധ, അത്രയും അശ്രദ്ധ കൊണ്ടുണ്ടായിത്തീർന്ന സംഗതിയാണ്. യഥാർത്ഥത്തിൽ ത്വബീബൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇൽമുള്ളവൻ ആരാണോ അവനാണ് ഹിക്മത്തുള്ള. ഇതൊക്കെ എന്താ? അങ്ങനെയാണ് ത്വബീബ് എന്നുള്ള പദം, അത് അല്ല ഹക്കീം എന്നുള്ള പദം. എന്നിട്ട് അത് കേട്ടിട്ട് അയാൾ കൂടി നടക്കുക. എന്നിട്ട് ഹിക്മത്തുള്ള എന്നിട്ട് അത് കൂടിയിട്ട് അയാൾ ഹിക്മത്തായതുകൊണ്ട് എന്നിട്ട് ആ ഹിക്മത്തിന് സ്ഥാനം കിട്ടാൻ വേണ്ടി ഹക്കീമിന്റെ നാമത്തോട് കൂടുക. ഇത് അപകടമാണ്, ചിന്തിക്കേണ്ടതാണ്. പിന്നെ